മാന്യ സ്നേഹിതർക്ക് സ്നേഹാവന്ദനങ്ങൾ. ചില ദിവസങ്ങളായി സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിലൂടെയുള്ള ചില വാർത്താ മാധ്യമങ്ങൾ വളരെ ആശങ്കയോടെ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് മതപരിവർത്തനം. ഞാൻ ഇതിനൊരു 2-3 എപ്പിസോഡായിട്ട് ചെയ്യാനാണ് ആഗ്രഹിക്കുന്നത്. മതപരിവർത്തനത്തോട് ബന്ധപ്പെട്ട ആശയങ്ങൾ നിങ്ങൾക്കുണ്ടെന്ന് വരികിൽ ദയവായി ഈ കാണുന്ന നമ്പറിൽ നിങ്ങൾ വാട്സാപ്പ് ചെയ്യുക. ഞാൻ അതിനെക്കുറിച്ചൊരു പഠനം നടത്തിയിട്ട് ഈ പഠനത്തിൽ അതുകൂടി ഉൾപ്പെടുത്താം എന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഞാൻ എന്റെ കുറച്ച് കാര്യങ്ങൾ വെച്ചുകൊണ്ട്, ഞാൻ മനസ്സിലാക്കിയ കുറച്ച് കാര്യങ്ങൾ വെച്ചുകൊണ്ട് ഒരു 2-3 എപ്പിസോഡിനുള്ളത് ഞാൻ ക്രമീകരിച്ചിട്ടുണ്ട്. ഈ മതപരിവർത്തനത്തെക്കുറിച്ച് ഗംഭീരമായ പഠനങ്ങൾ ഇപ്പോൾ നടക്കുന്നുണ്ട്. അതിന് ഒരുപാട് കാരണങ്ങളുണ്ട്. ഇതിൽ അനേകം ജനം ക്രിസ്തു മാർഗത്തിലേക്ക് യാത്ര ചെയ്യുന്നു എന്നുള്ളതാണ് ഇന്ന് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. അതെന്തുകൊണ്ടായിരിക്കാം അങ്ങനെ സംഭവിക്കുന്നത്? യുപിയിലൊക്കെ ഒരുപാട് ദൈവദാസന്മാർ അറസ്റ്റ് ചെയ്യപ്പെടുന്നു. പലതും കള്ളക്കേസ് കൊടുക്കലാണ്. അവകളിലൂടെ പലപ്പോഴായി പലരെയും അറസ്റ്റ് ചെയ്ത് കാരാഗൃഹത്തിൽ അടയ്ക്കുകയും ഒരുപാട് ഉപദ്രവങ്ങൾ ക്രൈസ്തവർക്കെതിരെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് ഇന്ത്യയിൽ മുഴുവനാക്കി ആ പീഡ അഴിച്ചുവിടണമെന്നാണ് ഇവരുടെ ആവശ്യം. എന്ന് പറഞ്ഞാൽ മതപരിവർത്തനം നിരോധിക്കണമെന്നുള്ളതാണ് ആവശ്യം. നമുക്കത് നോക്കാം. അതിന്റെ ഒരു പഠനമാണ് നമ്മൾ ഇനി നടത്താൻ ഉദ്ദേശിക്കുന്നത്. ഇവിടെ ദയവായി ഈ വീഡിയോസ് നിങ്ങൾ ശരിക്കും ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ ഇത് മറ്റുള്ളവർക്ക് നിങ്ങൾ അയച്ചു കൊടുക്കണം. ഇത് ഒരു പഠന വിഷയമാക്കിയാണ് നമ്മൾ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന കാര്യം എന്താണ് ഈ മതപരിവർത്തനം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? നമ്മളതിനെ പറയുന്നത് മതപരിവർത്തനം എന്നല്ല, മനപരിവർത്തനം എന്നാണ്. ആ വിഷയം ഒന്നുമല്ല ഇപ്പോൾ ഇവരെടുത്ത് ഉയർത്തിപ്പിടിക്കുന്ന കാര്യം. നമുക്ക് ഇവരെടുത്ത് ഉയർത്തിപ്പിടിക്കുന്ന കാര്യങ്ങളെ കുറിച്ച് ആദ്യം പഠനം നടത്തിയ ശേഷം ഇത് മതപരിവർത്തനമാണോ മനപരിവർത്തനമാണോ എന്നതിനെ കുറിച്ച് പിന്നീട് നമുക്ക് വിശദീകരിക്കാം. കാരണം ആദ്യം നമ്മൾ ഈ പ്രശ്നത്തിൽ ആരംഭിക്കുന്നത് തന്നെയാണ് നല്ലത്. ഞാൻ ഈ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ശ്രദ്ധിച്ചു. അതിന്റെ ഒരു അല്പ ഭാഗം ഞാൻ നിങ്ങളെ കേൾപ്പിക്കാം. എന്നിട്ട് അതിന്റെ വിശദീകരണമായിട്ടാണ് ഞാൻ ഇന്ന് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത്. അത് ഈ മീഡിയ മലയാളം എന്ന് പറഞ്ഞിട്ടൊരു യൂട്യൂബ് ചാനലാണ്. അതില് 2 സുഹൃത്തുക്കൾ ഇരുന്ന് അവരുടെ ആശങ്കകൾ പറയുകയാണ്. നമുക്കതൊന്ന് കേൾക്കാം. വളരെ ഞെട്ടിപ്പിക്കുന്നതായിട്ടുള്ള ചില വിവരങ്ങളാണ് പുറത്തു വരുന്നത്. കേരളത്തിൽ നിന്ന് പുറത്തേക്ക് പോകുന്ന ഹിന്ദുക്കളിൽ പലരും മതം മാറിയിട്ടാണ് തിരിച്ചു വരുന്നതെന്ന് കേൾക്കുന്നു. ഒരു മത മാറ്റ ലോബി കൃത്യമായിട്ട് അന്യ സംസ്ഥാനങ്ങളിൽ പ്രവർത്തിക്കുന്നുണ്ടോ? നമ്മൾ അന്യ സംസ്ഥാനങ്ങളിലല്ല, അന്യ രാജ്യങ്ങളിൽ പോകുന്നവരിൽ നിന്ന് പോലും ഇത് വളരെ ശക്തമായി നിലനിൽക്കുന്നുണ്ട്. രാജ്യങ്ങളിൽ പോകും. ഈ ചോദ്യകർത്താവിനൊരു പ്രശ്നമുണ്ട്. അയാൾ ആകെ ബേജാറായിട്ടിരിക്കുക. അപ്പൊ അയാൾ ചോദിക്കുന്നത് എങ്ങനെയാണ്, ഇന്ത്യയിൽ നിന്ന് വിദേശത്ത് പോയിട്ട് തിരിച്ചു വരുന്ന ആൾക്കാർ മതം മാറിയാണ് വരുന്നത്. അപ്പോൾ അന്യ സംസ്ഥാനങ്ങളിൽ ലോബി പ്രവർത്തിക്കുന്നുണ്ടോ? കാരണം ഇവരുടെ മൈൻഡിൽ കിടക്കുന്ന ഒരു ഫീഡ് എന്ന് പറഞ്ഞാൽ ആൾക്കാരെ മതം മാറ്റാൻ വേണ്ടി ഏതാണ്ട് ലോബികൾ ഇവിടെ പ്രവർത്തിക്കുന്നു എന്നുള്ള തരത്തിലാണ്. അത് ഇവരുടെ ആശങ്കയാണ്, ഇവരുടെ ഇടയിൽ പ്രചരിപ്പിച്ചിരിക്കുന്ന പ്രചരണമാണ്. ആദ്യം അറിയേണ്ടത് ഇതൊരു ലോബിയാണോ? രണ്ടാമത് അറിയേണ്ടത് ഇത് ആൾക്കാരെ ഇവർ മതപരിവർത്തനം ചെയ്യുന്നത് വഴി സമൂഹത്തിന് നാശമാണോ ഉണ്ടാക്കുന്നത്? സമൂഹത്തിന്റെ നിലനിൽപ്പിനും ഭാരതം എന്ന രാജ്യത്തിന്റെ നിലനിൽപ്പിനും മനുഷ്യരാശിക്കും ഒരു പ്രയാസം ഉണ്ടാകുന്നു എങ്കിലാണ് നമ്മൾ ഇതിനെ ഒരു പ്രശ്നമായി കാണേണ്ടത്. ഇസ്ലാമിലേക്ക് ജനം മതപരിവർത്തനം ചെയ്യപ്പെടുമ്പോൾ പ്രശ്നമുണ്ടാകുന്നുണ്ട് എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ സമാധാനം നഷ്ടപ്പെടുന്നുണ്ട്. ഇസ്ലാമിലേക്ക് മതപരിവർത്തനം നടത്തപ്പെട്ട പാകിസ്ഥാൻ എടുത്താലും അഫ്ഗാനിസ്ഥാൻ എടുത്താലും ഇറാഖോ ഇറാനോ സിറിയയോ പാലസ്തീനോ ഒക്കെ നമ്മൾ എടുത്താലും എല്ലായിടത്തും ജനത്തിന്റെ സമാധാനം നഷ്ടപ്പെടുകയാണ് ഉണ്ടായിട്ടുള്ളത്. ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന മനപരിവർത്തനം ആൾക്കാർ ചിലപ്പോൾ പെട്ടെന്ന് ഹിറ്റ്ലറായിരിക്കും പറയാൻ പോവുക. ഞാൻ കാത്തലിക്കിനെ അല്ല പറയുന്നത്. കാത്തലിക്കും
ഇസ്ലാം പോലെ ഒരു മതം തന്നെയാണ്. അതും അപകടം പിടിച്ച മതം തന്നെയാണ്. കാത്തലിക്കിനും വിശുദ്ധ വേദപുസ്തകവുമായിട്ടോ ക്രിസ്തുവുമായിട്ടോ യാതൊരു ബന്ധവുമില്ല. ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന മനപരിവർത്തനം അത് ക്രിസ്തുവുമായി ബന്ധപ്പെട്ടതാ, തിരുവെഴുത്തുമായി ആഴത്തിൽ ബന്ധപ്പെട്ടതാ, അല്ലാതെ മറ്റേതെങ്കിലും ആശയത്തിൽ നിലനിൽക്കുന്ന ഒന്നല്ല. അതുകൊണ്ട് തന്നെ അടിസ്ഥാനപരമായി ക്രിസ്തുവിനെ കുറിച്ച് നിങ്ങൾ പഠിച്ചാൽ മനസ്സിലാകും, ഒരാൾ ക്രിസ്തുവിലായാൽ പ്രശ്നമുണ്ടാകാൻ സാധ്യതയുണ്ടോ? ഇപ്പം മുഹമ്മദിലായാൽ പ്രശ്നമുണ്ടാകാൻ സാധ്യതയുണ്ടോ എന്ന് ചോദിച്ചാൽ കൃത്യമായും സാധ്യതയുണ്ട്. അയാളുടെ എല്ലാ എഴുത്തുകളും അങ്ങനെയാണ്, ജീവിത ശൈലി അങ്ങനെയാണ്. അയാൾ ജീവിച്ചതുപോലെ നമുക്ക് കേരളത്തിൽ ജീവിക്കാൻ ഒക്കില്ല. ജീവിച്ചാൽ പോക്സോ അനുസരിച്ച് നമ്മൾ അകത്താവും. അതുമല്ലാതെ മറ്റു തര മതങ്ങളോടുള്ള ഒരു വിദ്വേഷമാണ് അതിനകത്ത് നിലനിൽക്കുന്നത്. എന്നാൽ ക്രിസ്തുവിൽ നമ്മൾ കാണുന്നത് അതല്ല, ബൈബിളിൽ നമ്മൾ കാണുന്നത് അതല്ല. അവകളിൽ നിന്ന് വ്യത്യസ്തമായ ഒരു കാര്യമാണ്. അപ്പോൾ ഈ ക്രിസ്തുവിനെ നൽകുന്നത് കൊണ്ട് ജനം മതപരിവർത്തനം അല്ലെങ്കിൽ മനപരിവർത്തനം സംഭവിക്കുന്നത് കൊണ്ട് ഉണ്ടാകുന്ന ദോഷം എന്താണ് എന്നതാണ് നമ്മൾ ആദ്യം പഠിക്കേണ്ടത്. അപ്പോൾ ഇവര് പറയുന്ന ദോഷങ്ങളെ നമുക്കൊന്ന് ശ്രദ്ധിക്കാം. അപ്പോൾ ഇവിടെ പറയുന്ന പ്രശ്നം, ഇവര് രാജ്യം മാറിപ്പോയിട്ട് തിരിച്ചു വരുമ്പോൾ മതം മാറി വരികയാണ്. അപ്പൊ അതിന് നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അതിന് ചെയ്യാൻ പറ്റുന്ന കാര്യം, ഇന്ത്യയിൽ നിന്നൊരാളും മറ്റു രാജ്യത്തേക്ക് പോകുന്നില്ല എന്ന് നോക്കണം. അത് നല്ലൊരു ഐഡിയ ആണ്. എന്റെ ആശയം പിടിയിട്ടുണ്ടോ? ഇന്ത്യയിൽ നിന്നൊരാളും മറ്റൊരു രാജ്യത്തും പോകുന്നില്ല എന്ന് ഉറപ്പുവരുത്താൻ കഴിയോ? ഇവിടുത്തെ ഇന്റർനാഷണൽ എയർപോർട്ടുകൾ അടച്ചുപൂട്ടുക, മറ്റൊരു രാജ്യവുമായും നമുക്ക് ബന്ധമുണ്ടാകാതാകുക, ഇന്റർനെറ്റുകൾ മുഴുവൻ കട്ട് ചെയ്യുക. ഇതുവഴി നിങ്ങൾക്ക് ജനം മറ്റു തര മതങ്ങളിലേക്ക് മൂവ് ചെയ്യാതെ തടയാൻ കഴിയും. നടക്കുന്ന കാര്യമാണോ? നടക്കുന്ന കാര്യമല്ല. അതിന്റെ അർത്ഥം, ഈ നിങ്ങൾ ഉദ്ദേശിക്കുന്ന പട്ടത്തിന്റെ നൂല് നിങ്ങളുടെ കയ്യിൽ നിന്ന് പോയി കഴിഞ്ഞു എന്ന് തന്നെയാണ്. വളരെ ശ്രദ്ധിച്ച് കേൾക്കണേ. അവരുടെ ആശങ്ക ഒന്ന് കേട്ടോളൂ. നമ്മൾ പറഞ്ഞാല് ആന്ധ്രാപ്രദേശ്, തമിഴ്നാട്, ഈ പ്രദേശങ്ങളിൽ നിന്നൊക്കെ വിദേശത്ത് ജോലി ചെയ്യുന്ന ഒരു വലിയ വിഭാഗം ആൾക്കാർക്ക്, പ്രത്യേകിച്ച് ഈ ആന്ധ്രാപ്രദേശിലൊക്കെ അമേരിക്കയിലും ഒക്കെ ജോലി ചെയ്യുന്ന ഒരു വലിയ വിഭാഗം യുവാക്കൾ ഉണ്ട്. നേരത്തെ തന്നെ ഉണ്ട്, കുറെ കാലങ്ങളായിട്ടുണ്ട് ജോലി ചെയ്യുന്നവരൊക്കെ ഉണ്ട്. അവരൊക്കെ പലരും അതിൽ തിരിച്ചു വരുമ്പോൾ നമ്മുടെ ഒരു പോയ വിശ്വാസങ്ങളിലല്ല തിരിച്ചു വരുന്നത്. ഇതിനൊരു വലിയ സാധ്യത ഈ ചില യൂറോപ്യൻ രാജ്യങ്ങളിലും അമേരിക്കയിലും ഒക്കെ ജോലിയേക്കാൾ ഉപരി ഈ സുവിശേഷ പ്രവർത്തനത്തിന് ലഭിക്കുന്നു എന്ന ഒരു വസ്തുതയുണ്ട്. നമ്മൾ അത് കണ്ടുവരുന്ന കാര്യമാണ്. നമുക്ക് വളരെ ശക്തമായിട്ട് ഒരു മതം മാറ്റ പ്രക്രിയ എന്ന് പറയുന്നത്, സുവിശേഷ പ്രക്രിയ എന്ന് പറയുന്നത് ഈ ആന്ധ്രാപ്രദേശിലും തമിഴ്നാട്ടിലും ഒക്കെ വളരെ ശക്തമായി നടക്കുന്നുണ്ട്. ആന്ധ്രാപ്രദേശിൽ നമ്മളിപ്പോ ഒരു കാര്യം ശ്രദ്ധിച്ചോ ഒന്നും അറിയത്തില്ല. കാരണം ഈ ശബരിമലയിൽ വരുന്ന തീർത്ഥാടകരിൽ ഒരു വലിയ പങ്കും ആന്ധ്രയിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നുമായിരുന്നു. കഴിഞ്ഞ ഒരു 10-30 വർഷങ്ങൾക്കിടയിൽ ആണ് അഭൂതപൂർവമായ വർധന ഉണ്ടായത്. അവിടെ നിന്ന് വരുന്നവരിൽ ഒരു വലിയ പങ്ക് ആൾക്കാര് ആന്ധ്രാപ്രദേശില് തമിഴ്നാട്ടിൽ നിന്നുള്ള തീർത്ഥാടകരായിരുന്നു. ഇപ്പൊ നമ്മൾ കോവിഡിന് ശേഷം, കോവിഡ് കാലഘട്ടത്തിലാണ് ഇടയ്ക്ക് ഈ ക്ഷേത്രം ഒരു വർഷം അടയ്ക്കപ്പെട്ട് കിടന്നിരുന്നു. പിന്നെ അടുത്ത വർഷം ഭാഗികമായി തുറന്നിരുന്നു. അത് കഴിഞ്ഞതിന് ശേഷമാണ് ഈ വസ്തുത വളരെ ശ്രദ്ധിക്കപ്പെട്ടത്. കാരണം ഈ 40% കുറവ് ഇവിടെ ഉണ്ടായിരിക്കുന്നു. ആന്ധ്രാപ്രദേശിൽ നിന്ന് വരുന്നവരിലും തമിഴ്നാട്ടിൽ നിന്ന് വരുന്നവരിലും ഉണ്ടായിരുന്നു. മറ്റേ നമ്മുടെ കഴിഞ്ഞ ഒരു 10-15 വർഷം മുമ്പൊക്കെ തമിഴ്നാട്ടുകാരുടെ ആന്ധ്രാപ്രദേശുകാരുടെ ഒക്കെ വലിയ തെള്ളായിരുന്നു അവിടെ. കാരണം അവരായിരുന്നു ഏറ്റവും വരുമാനം ഉണ്ടായിരുന്നത്, അവരിൽ നിന്നായിരുന്നു കൂടുതൽ പൈസ കിട്ടിയിരുന്നത്. പക്ഷേ ഇപ്പോൾ അങ്ങനെ അല്ല. അപ്പോൾ നമ്മൾ അവിടെ വരുമാനം വർദ്ധിക്കുന്നത്, തീർച്ചയായിട്ടും വരുമാനം വർദ്ധിക്കുന്നുണ്ട്. അത് അപ്പോൾ ഇവിടുത്തെ വലിയൊരു ആശങ്ക വരുമാനം കുറയുന്നു എന്നുള്ളതാണ്. അപ്പൊ ഇതിനെ സ്വാഭാവികമായും നമ്മുടെ ഗവൺമെന്റും സപ്പോർട്ട് ചെയ്യേണ്ടതായിട്ട് വരും. കാരണം ഗവൺമെന്റിനും വരുമാനം ആവശ്യമാണ്. അപ്പൊ അവരുടെ വരുമാനം, ഇപ്പോൾ ഗവൺമെന്റിന്റെ വരുമാനം എന്ന് പറയുന്നത് മെയിൻ മദ്യമാണ്. 2 ഇതുപോലത്തെ ഉള്ള സ്ഥലങ്ങളാണ്. സുവിശേഷീകരണം ഇവിടെ സംഭവിച്ചാൽ ഈ 2 അടച്ചുപൂട്ടും എന്ന് പറഞ്ഞാൽ ഗവൺമെന്റിന്റെ നട്ടലൊടിയും എന്നർത്ഥം. അതുകൊണ്ട് ഗവൺമെന്റിന് അവരെ സപ്പോർട്ട് ചെയ്തേ മതിയാവും. ഇനി ഇവരുടെ ആശങ്ക ശ്രദ്ധിക്കൂ. ഇവിടെ നിന്ന് ആൾക്കാർ വിദേശ രാജ്യങ്ങളിൽ പോയി മതപരിവർത്തനം സംഭവിച്ച് തിരിച്ചു വരും. അതിനെക്കുറിച്ച് കൃത്യമായ തെളിവുകൾ അവർ പറയുന്നില്ലെങ്കിലും കുറച്ചൊരു ഐഡിയ അവർ പറയുന്നുണ്ട്. അവരെ ആശങ്കപ്പെടുത്തുന്ന കാര്യം, ശബരിമലയിൽ
ആന്ധ്രയിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നും ഒരുപാട് തീർത്ഥാടകർ വന്നുകൊണ്ടിരുന്നു. കൊറോണ കഴിഞ്ഞപ്പോൾ അതിന് ഗണ്യമായ നിലയിൽ വ്യത്യാസമുണ്ടായി. വളരെ ശ്രദ്ധിച്ചറിയേണ്ടുന്ന ഒരു കാര്യം, കൊറോണ എല്ലാ മതങ്ങളിലും ഒരു ശുദ്ധീകരണം വരുത്തിയിട്ടുണ്ട്. എന്ന് വെച്ചാൽ പേടിച്ച് ആലയങ്ങളിൽ പോയിക്കൊണ്ടിരുന്നവർ, ഇപ്പൊ പള്ളിയിലായാലും ശരി, പേടിച്ച് പോയിക്കൊണ്ടിരുന്ന കുറച്ച് സമൂഹമുണ്ട്. ദൈവവുമായി ബന്ധമില്ലാതെ ചുമ്മാതെ പോയിക്കൊണ്ടിരുന്ന ആൾക്കാരുണ്ട്. അവർക്കൊക്കെ മനസ്സിലായി ഈ പള്ളിയിൽ പോയില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. അങ്ങനെയുള്ളവരൊന്നും ഇപ്പൊ പള്ളിയിൽ പോകുന്നില്ല. ഓൺലൈൻ ആരാധന നടന്നു വന്നപ്പോൾ ഇവർക്ക് മനസ്സിലായി ഇതിലൊന്നും വലിയ കഥയില്ല. അവരെയൊക്കെ ഭീഷണിപ്പെടുത്തിയിരുന്ന കാര്യങ്ങളിൽ അർത്ഥമില്ല എന്ന് അവർക്ക് മനസ്സിലായി. എന്ന് പറഞ്ഞാൽ എല്ലാ ആഴ്ചയും ചർച്ചയിൽ പോകണം, അല്ലെങ്കിൽ തലയെ തേങ്ങ വേണ്ടി ചത്തുപോകും, ഇങ്ങനെ പറഞ്ഞ് പേടിപ്പിച്ചിരുന്ന ഒരു കാലമുണ്ട്. ആൾക്കാർക്കൊക്കെ മനസ്സിലായി തേങ്ങയും വീഴുകാല, കൊതുമ്പും വീഴുകാല, ഇതൊക്കെ ചുമ്മാ പറഞ്ഞു പറ്റിക്കുന്നതാണ്. അപ്പോൾ ആ യാഥാർത്ഥ്യങ്ങൾ നമ്മുടെ തലമുറകൾ തിരിച്ചറിഞ്ഞു. ശബരിമലയിലേക്ക് ആൾക്കാരുടെ ഒഴുക്ക് കുറഞ്ഞു എന്ന് പറയുമ്പോൾ കൊറോണ കാലം ഇത് പൂട്ടിയിട്ടിരുന്നൊരു കാലമുണ്ട്. നിശ്ചയമായും തീർത്ഥാടകർക്കൊക്കെ മനസ്സിലായി പൈസ നഷ്ടമല്ലാതെ ഈ യാത്ര കൊണ്ട് പ്രത്യേകിച്ച് ഗുണമില്ല എന്ന വസ്തുത കുറച്ച് ജനത്തിനെങ്കിലും മനസ്സിലായി. അവർ ഇതിൽ നിന്ന് പിന്മാറി. ഇവരെല്ലാവരും മാനസാന്തരപ്പെട്ടതല്ല, ഇവരെല്ലാവരും ക്രിസ്ത്യാനിയായി മാറിയതല്ല. ഇതിൽ നല്ലൊരു പങ്കും ഇതിനകത്ത് കഥയില്ലെന്ന് തിരിച്ചറിഞ്ഞ് ഈ പണി മതിയാക്കിയതാണ്. ഇനി എനിക്ക് എടുത്തു ചോദിക്കാനുള്ളൊരു കാര്യം, ഇവിടെ കണക്ക് പറയുമ്പോൾ പറയുന്നുണ്ട് 30-40 കൊല്ലങ്ങൾക്ക് മുമ്പ് ആൾക്കാർ തമിഴ്നാട്ടിൽ നിന്നാണ് ഇരച്ചു കയറിക്കൊണ്ടിരുന്നത്. അതിന്റെ അർത്ഥം കേരളത്തുകാർക്ക് ഇതിൽ വലിയ താല്പര്യമില്ല എന്നാണ്. കേരളത്തുകാർക്ക് താല്പര്യമില്ലാത്തതിന്റെ കാര്യം എന്തുവാണ്? കേരളത്തുകാർക്ക് ബോധം വെച്ചു തുടങ്ങി. എന്റെ ചെറുപ്പത്തിലൊക്കെ ഞങ്ങളുടെ ചുറ്റുപാടുമുള്ള വീടുകളിൽ നിന്നൊക്കെ മലയ്ക്ക് പോവുക എന്ന് പറയുന്നത് വലിയൊരു ചടങ്ങാണ്. 40 ദിവസമോ 60 ദിവസമോ അങ്ങനെ എങ്ങോട്ടോ ഒരു കാലാവധി. ഇവർ മത്സ്യ മാംസാദികൾ ഒഴിവാക്കും, മദ്യം ഒഴിവാക്കും, ഭാര്യയുടെ അടുക്കൽ പോകുന്നത് ഒഴിവാക്കും, ഷേവ് ചെയ്യുന്നത് ഒഴിവാക്കും, പല്ലൊക്കെ തേക്കുമെന്ന് എനിക്കറിയില്ല, എന്തൊക്കെയോ കാര്യങ്ങൾ ഇവരിങ്ങനെ ഒഴിവാക്കും. പിന്നെ ഇവരെ സ്വാമി എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. മാലയെ കെട്ടി ഇവരൊരു സ്വാമിയായിട്ട് തന്നെ നടക്കും. എന്നിട്ട് ഈ പോകുന്ന ദിവസം കെട്ടൊക്കെ കെട്ടി അതൊരു വലിയ ചടങ്ങ് തന്നെയാണ്. അങ്ങനെ ഇവർ ഭയങ്കര ഭയഭക്തിയോടുകൂടി പോയിരുന്ന ഒരു കാലമുണ്ട്. കാലം ഇങ്ങോട്ട് മാറി ഒരു 2-3 ദശകം ഇങ്ങോട്ട് മാറിയപ്പോൾ ഇപ്പോൾ രാവിലെ മാലയിടുന്നു, ഉച്ചയ്ക്ക് പോകുന്നു, വൈകുന്നേരം തിരിച്ചെത്തുന്നു. എന്ന് പറഞ്ഞാൽ മലയ്ക്ക് പോവുക എന്ന് പറയുന്നത് ഒരു വലിയ മലയല്ല, ഒരു ബാലികേറ മല അല്ല, മറ്റത് അങ്ങനല്ല, ഒരല്പം റിസ്ക് ആണ്. ഇതിന്റെ കാരണം സുവിശേഷീകരണമാണെന്ന് കരുതണ്ട. ഇതിന്റെ കാരണം മതപരിവർത്തനമാണെന്നും കരുതണ്ട. എനിക്ക് ചോദിക്കാനുള്ളത്, ഇപ്പൊ ഈ വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുന്ന 2 പേരുണ്ടല്ലോ, നിങ്ങളിൽ എത്ര പേരാണ് ശരിക്കും 40 ദിവസം ഷേവ് ചെയ്യാതെ, 40 ദിവസം മീനിറച്ചി മുട്ട കഴിക്കാതെ, ഭയങ്കര വ്രതം നോക്കി നഗ്നപാതരായി ഇപ്പറഞ്ഞ മലയിൽ കയറുന്ന നിങ്ങൾ എത്ര പേരാ ഉള്ളേ? ഈ വർത്തമാനം പറയുന്നതിൽ 2 പേർക്ക് തയ്യാറുണ്ടോ? തയ്യാറില്ല. എന്താ അതിന്റെ കാരണം? അങ്ങനെ കയറിയത് കൊണ്ട് എന്തെങ്കിലും നേട്ടമുണ്ടായിരുന്നെങ്കിൽ കയറില്ലായിരുന്നോ? അപ്പൊ അങ്ങനെ കയറുന്നതിൽ കഥയില്ലെന്നൊരു തിരിച്ചറിവല്ലേ ഈ പ്രശ്നത്തിലേക്ക് കൊണ്ടെത്തിച്ചത്? അപ്പൊ ഈ ഇരുന്ന് ചർച്ച ചെയ്യുന്നവരുടെ പ്രശ്നം പാവപ്പെട്ടവർ അവിടെ നിന്ന് കൊണ്ടുവന്ന് കാശിട്ട് തരുന്നില്ല എന്നുള്ളതല്ലേ? നിങ്ങളെപ്പോലെ ബോധം അവർക്കും വച്ചതിൽ നിങ്ങൾ എന്തിനാ ബേജാറാകുന്നത്, ആശങ്കപ്പെടുന്നത് എന്തിനാണ്? നിങ്ങൾ ചെയ്തു കൊടുക്കൂ. ഇത് കേരളത്തിലുള്ള ഹൈന്ദവരിത് ചെയ്യൂ. ബിജെപിയുടെ സംസ്ഥാന പ്രസിഡന്റ് ഇവിടെ സ്ത്രീകൾ മല ചവിട്ടുന്നതിനെ കുറിച്ചുള്ള വിഷയം ഉണ്ടായപ്പോ മലയും കെട്ടും കെട്ടി മലയ്ക്ക് കയറി പോകുന്ന കണ്ടു. അയാൾ പിന്നീട് എപ്പോഴും കയറി നിങ്ങൾ കയറിയിട്ടുണ്ടോ? എന്താ കയറാത്തത്? മന്ത്രിമാർ ഒരുപാട് പേര് ഇവിടെ മലയ്ക്ക് മേലെ കയറാൻ വേണ്ടി ആ സമയത്ത് വന്നല്ലോ. ഇവരാരെങ്കിലും രാഷ്ട്രീയ ഉദ്ദേശത്തോടെ അല്ലാതെ ഭക്തൻ എന്ന നിലയിൽ ഭക്തിയോടെ അവിടെ കയറുന്ന നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇല്ല. എന്താ കാര്യം? അതിൻ്റെ അകത്തെ സത്യാവസ്ഥ ഇവർക്കറിയാന്നുള്ളത് കൊണ്ടും
ഇത്രയും റിസ്ക് എടുത്ത് അവിടെ കയറേണ്ടുന്ന ആവശ്യമില്ലെന്നുള്ള അറിവുമല്ലേ ആ പ്രശ്നത്തിന് കാരണം? അപ്പോൾ അത്തരത്തിലൊരു പ്രശ്നം ഉണ്ടാകാതിരിക്കണമെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണ്? സിമ്പിളാണ്, ആൾക്കാരെ എഡ്യൂക്കേറ്റഡ് ആക്കാതിരിക്കുക. അപ്പോൾ കേരളത്തിൽ ഇത്തരത്തിലൊരു പ്രസ്ഥാനത്തിൽ ഇടിവ് സംഭവിച്ചിരിക്കുന്നു എങ്കിൽ അതിന്റെ അർത്ഥം ജനം വിദ്യാസമ്പന്നരായതാണ്, മതം മാറിയതല്ല. മതം മാറിയത് സെക്കൻഡ് കേസാണ്, അല്ലേ? അവിടെ നിങ്ങൾ ചെയ്യേണ്ടുന്നത് ഈ ജനത്തിന് ബോധവൽക്കരിക്കണം. നിങ്ങൾ ഇത്രയും വ്രതം പിടിക്കണം, നിങ്ങൾ ഇന്നിന്ന കാര്യങ്ങൾ ചെയ്യണം, അവിടെ ചെല്ലണം, അപ്പോൾ നിങ്ങൾക്കുണ്ടാകാൻ പോകുന്ന ഗുണവിശേഷങ്ങൾ ഇന്നതാണ് എന്ന് നിങ്ങൾ ഗുണവിശേഷങ്ങൾ പറഞ്ഞു കൊടുക്കുകയും ആ ഗുണവിശേഷങ്ങൾ ജനത്തിന് അനുഭവിക്കാൻ കഴിയുകയും വേണം. അല്ലാതെ പുത്തൻ തലമുറയെ തേക്കാൻ പറ്റുമെന്ന് വിചാരിക്കരുത്. ഇത് പള്ളിയിലെ കാര്യവും ഇങ്ങനെ തന്നെയാണ്. ജനം ഇപ്പൊ ചോദിക്കാൻ തുടങ്ങി, നോക്കൂ, ഈ കുമ്പസാരം കൊണ്ട് എന്താ ഗുണം? ജനം ചോദിക്കാൻ തുടങ്ങി. ഈ കുരിശുമല കയറുന്നത് കൊണ്ട് എന്താ ഗുണം? ഈ ക്രിസ്മസിന് കോലം കെട്ടി തുള്ളുന്നതുകൊണ്ട് എന്താ ഗുണം? ജനം ഇത് ചോദിക്കാൻ തുടങ്ങി. കാരണം അസത്യങ്ങളും അയാഥാർത്ഥ്യങ്ങളും ജനത്തിന്റെ ഇടയിലേക്ക് നമ്മൾ പടർത്തിവിട്ട് ജനത്തെ കുരങ്ങി കളിപ്പിച്ചിരുന്ന ആ കാലം മാറുകയാണ്. ജനം ബോധം വെക്കുകയാണെന്ന് ഇസ്ലാമിയുടെ ഏറിൽ നിൽക്കുന്നുണ്ടില്ലേ എന്ന് പറഞ്ഞാൽ ജനം ഇത് പഠിക്കാൻ തുടങ്ങി, ജനം ഇസ്ലാം ഉപേക്ഷിക്കാൻ തുടങ്ങി. എത്രയോ ജനം ക്രിസ്തു മതം ഉപേക്ഷിച്ചിരിക്കുന്നു, എത്രയോ ജനം ഹൈന്ദവ മാർഗം ഉപേക്ഷിച്ചിരിക്കുന്നു. എനിക്ക് ഒരുപാട് ഹിന്ദുക്കളെ അറിയാം. ഇതിൽ ആരും തന്നെ ഇപ്പറഞ്ഞ പോലെ റിസ്ക് എടുത്ത് ഒരു 30 കൊല്ലം മുമ്പ് ചെയ്തിരുന്ന കർത്തവ്യം ഇന്ന് ചെയ്യുന്നില്ല. അന്നൊക്കെ ഞങ്ങൾ ചിന്തിച്ചിരുന്ന ഒരു കാര്യമുണ്ട്. മകരവിളക്കെന്ന് പറയുന്ന കാര്യം അവിടെ യഥാർത്ഥത്തിൽ തീ കത്തുകയാണ്. ഇപ്പൊ എല്ലാവർക്കും അറിയാം അത് കത്തിക്കുന്നതാണ്. അപ്പൊ ഈ അയാഥാർത്ഥ്യങ്ങളുടെ പുറകെ ജനം നടക്കുന്നത് അവരുടെ ബുദ്ധി ഇല്ലാത്തത് കൊണ്ടും അവരത് തിരിച്ചറിയാത്തത് കൊണ്ടുമാണ്. സ്വാമി വിവേകാനന്ദൻ പറയുന്നൊരു കാര്യമുണ്ട്, സത്യം തിരിച്ചറിയുമ്പോൾ നിങ്ങൾക്ക് ജ്ഞാനമുണ്ടാകും, ആ ജ്ഞാനമാർഗത്തിലൂടെ നിങ്ങൾക്ക് രക്ഷയുണ്ടാകും. എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഒരു ദിവസം രാത്രിയിൽ ഇങ്ങനെ യാത്ര ചെയ്യുമ്പോൾ വഴിയിൽ ഒരു പാമ്പ് കിടക്കുന്നതായി കണ്ടു. നിങ്ങൾ പെട്ടെന്ന് ഞെട്ടി, നിങ്ങൾ അതിലേക്ക് ടോർച്ച് അടിച്ചു നോക്കിയപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി അത് വാഴനാരാണ്. അത് സർപ്പമല്ലെന്ന തിരിച്ചറിവ് നിങ്ങളെ അതിനെ കാലുകൊണ്ട് തട്ടി മാറ്റിയിട്ട് അല്ലെങ്കിൽ അതിന്റെ പുറത്തുകൂടി നടന്നു പോകാൻ നിങ്ങൾക്ക് ധൈര്യം തരുന്നു. അപ്പൊ ഇരുട്ടിന്റെ മറവിൽ, അജ്ഞതയുടെ മറവിൽ നമ്മളിവിടെ ജനത്തെ പറ്റിച്ചിരുന്ന ഒരു കാലമുണ്ട്. അത് ജനം തിരിച്ചറിഞ്ഞു. അതിനൊരു കാരണം ചിലപ്പോൾ സുവിശേഷമായിരിക്കാം. ഇവരിതിനകത്ത് പറയുന്നുണ്ട് പള്ളിയുടെ കൂടെ പള്ളിക്കൂടം വെച്ചതാണ് ഇതിന് കാരണം. ക്യാൻ ബി, അതൊരു കാരണമാണ്. ജനം വായിക്കാൻ പഠിച്ചു എഴുതാം. ഇപ്പൊ നമുക്കറിയാലോ, ഒരു കാര്യം ഞാൻ ഇവിടെ ഇരുന്ന് അനൗൺസ് ചെയ്യുകയാണ് അല്ലെങ്കിൽ സംസാരിക്കുകയാണെങ്കിൽ നമ്മുടെ കുട്ടികൾ ഞാൻ പറഞ്ഞു എന്ന കാരണത്താൽ വിഴുങ്ങത്തൊന്നുമില്ല. അവരുടനെ അതിനെ ഗൂഗിൾ ചെയ്ത് നോക്കും. ഈ പൊട്ടം പറഞ്ഞാൽ എന്തെങ്കിലും സത്യം ഉണ്ടോ എന്ന് ജനം നോക്കിയിട്ട് അത് വിശ്വസിക്കത്തുള്ളൂ. പണ്ട് നിങ്ങൾക്ക് അറിയത്തില്ലേ, ഓണം എന്നൊക്കെ പറഞ്ഞാൽ ഒരു ഓണം തന്നെയായിരുന്നു. ഇപ്പൊ എന്തായി? ഇപ്പൊ ഇതൊന്നും ജനം തിരിഞ്ഞു നോക്കത്തില്ല. പണ്ട് ഇവിടെ മാവേലി നാട് വാണിരുന്നു, അങ്ങനെയാണെങ്കിൽ ഇപ്പൊ ആൾക്കാർ പഠിച്ചു. മാവേലി എന്ന് പറയുന്ന കഥാപാത്രം ഉണ്ടായിരുന്നതിന് മുമ്പ് പരശുരാമൻ ഇല്ല. പരശുരാമൻ അതിന് ശേഷമാണ് വന്നത്. പരശുരാമൻ വന്നതിന് ശേഷമാണ് അത്രേ കേരളം ഉണ്ടായത്. കേരളം ഉണ്ടായതിന് ശേഷമാണ് മഹാബലി വരേണ്ടത്. പക്ഷെ മഹാബലി നേരത്തെ വന്നിട്ട് പോയി. അപ്പോ ഇതിനകത്തെ പൊള്ളത്തരങ്ങൾ ഈ പിള്ളേർക്ക് അറിയാമെന്ന്. അതുകൊണ്ട് അത്തമിടാൻ സ്കൂളിൽ പഠിച്ച ബോധമുള്ള ആരെങ്കിലും വരുന്നുണ്ടോ? ഇല്ല. പണ്ടൊക്കെ എല്ലായിടത്തും അത്തമായിരുന്നില്ലേ? ഇപ്പൊ എന്താ നടക്കാത്ത? ഇതൊന്നും നടക്കുന്നില്ലെന്ന്. എല്ലായിടത്തും ഇതൊക്കെ ആൾക്കാർ തിരിച്ചറിഞ്ഞ് ആൾക്കാർ ഉപേക്ഷിക്കാൻ തുടങ്ങി. ക്രിസ്മസിന് കോലം കെട്ടുന്ന പരിപാടി ഉണ്ടല്ലോ, ക്രിസ്മസ് അപ്പൂപ്പന്റെ കോലം കെട്ടുന്ന. വിദ്യാഭ്യാസമുള്ള ഒരു ചെറുക്കൻ കെട്ടുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? കെട്ടത്തില്ല. വിദ്യാഭ്യാസം കുറഞ്ഞ അൺസിവിലൈസ്ഡ് ആയിട്ടുള്ള ഇച്ചിരി ചാരായം കൂടി കുടിക്കുന്ന ഒരുത്തനാണെങ്കിൽ അവൻ ഈ കുപ്പായിട്ട് തുള്ളി തുള്ളി നിൽക്കും. വിവരമുള്ളൊരു കുഞ്ഞിനെ നിങ്ങൾക്ക് കരോളിന് കൊണ്ടുപോകാൻ പോലും കിട്ടത്തില്ല. പിന്നെയാണോ ഈ കോലം കെട്ടി തുള്ളാൻ കിട്ടുന്നേ? അതിനൊന്നും കിട്ടില്ല സുഹൃത്തെ. അപ്പൊ വിവരവും വിദ്യാഭ്യാസവും ജനത്തിന് വർദ്ധിച്ചത് ഇത്തരത്തിലുള്ള നൂലാമാലകൾക്ക്, അന്ധവിശ്വാസങ്ങൾക്ക് ഒരു തിരിച്ചടിയായി. അതിനെ ഇനി മോങ്ങിയിട്ടൊന്നും കാര്യമില്ല.
ഒന്നുകിൽ വിദ്യാഭ്യാസം നിർത്തലാക്കുക, ഇല്ലെങ്കിൽ അന്ധവിശ്വാസം നിർത്തലാക്കുക. ഇതിലൊന്നിനെ നിവർത്തിയുള്ളൂ. അതിനിവിടെ ഇരുന്ന് മോങ്ങിയിട്ടൊന്നും കാര്യമില്ല. ഇനി രസകരമായൊരു കാര്യം കൂടി അങ്കിൾ പറയുന്നുണ്ട്, നമുക്ക് അതുകൂടെ ഒന്ന് കേൾക്കാം. മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും പിന്നെ നോർത്ത് ഇന്ത്യയിൽ നിന്നും പിന്നെ ഒക്കെയുള്ള കർണാടകയിൽ നിന്ന് വളരെ കൂടുതൽ ആൾക്കാർ വരുന്നുണ്ട്. ഇങ്ങനെയൊക്കെ വരുന്ന പേര് തന്നെയല്ല, രൂപയുടെ മൂല്യം എന്ന് പറയുന്നത് കൂടെ ആശ്രയിച്ചാണല്ലോ ഇരിക്കുന്നത്. അന്ന് കിട്ടിയതിനേക്കാൾ പിന്നെ വളരെ കൂടുതൽ ഇപ്പൊ കിട്ടുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ 600 കോടി രൂപ തവണ വരുമാനം ഉണ്ടായെന്ന് പറയുന്നത്. പക്ഷേ തീർത്ഥാടകരുടെ എണ്ണത്തിൽ ഗണ്യമായ കുറവായിട്ട് അത് ആന്ധ്രാപ്രദേശിൽ മതം മാറ്റം എന്ന് പറയുന്നത് വളരെ 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 വ്യാപകമാണ്. പ്രത്യേകിച്ച് ഈ ക്രിസ്തു മതത്തിലേക്കുള്ള കൺവേർഷൻ എന്ന് പറയുന്നത് വളരെ കൂടുതലാണ്. നമുക്കറിയാവുന്നതുകൂടെ നമുക്ക് അറിയാൻ വയ്യാത്തൊരു വസ്തുതയുണ്ട്. അവിടെ ഈ റെഡ്ഡി റാവു എന്ന പേരുള്ള പലരും ക്രിസ്ത്യാനികളാണ്. അത് വർഷങ്ങളായിട്ട് അറിയത്തില്ല. ഒരു രസകരമായ സംഭവം ഉണ്ടായി 1900 അടിയന്തരാവസ്ഥ കാലത്ത് 1975 77 കാലഘട്ടത്തിലാണെന്ന് തോന്നുന്നു. അത് ബ്രഹ്മാനന്ദ റെഡ്ഡിയാണ് കേന്ദ്ര ആഭ്യന്തര വകുപ്പ് മന്ത്രി. ബ്രഹ്മാനന്ദ റെഡ്ഡിയാണ്. അപ്പം അദ്ദേഹത്തിന് ഗുരുവായൂർ ക്ഷേത്രത്തിൽ അദ്ദേഹം അന്ന് അക്കാലത്ത് ഗുരുവായൂരിൽ സന്ദർശനം നടത്തുകയും ക്ഷേത്ര ഭാരവാഹികൾ അദ്ദേഹത്തിന് പൂർണ്ണവും നിലയിൽ സ്വീകരിച്ച് ഈ ക്ഷേത്രത്തിനകത്ത് പോവുകയും ദർശനം തിരിച്ചു വരികയും ചെയ്തു. അവർക്ക് അറിഞ്ഞുകൂടെ. അത് കഴിഞ്ഞതിന് ശേഷമാണ്, അദ്ദേഹം കൂടിക്കഴിഞ്ഞതിന് ശേഷമാണ് അറിയുന്ന മുഖ്യമന്ത്രി കരുണാകരനുണ്ട്, അല്ല അദ്ദേഹം ആഭ്യന്തര വകുപ്പ് മന്ത്രിയാണ്, എന്നിട്ട് പോലും ആരും അറിഞ്ഞില്ല അദ്ദേഹം ക്രിസ്ത്യാനിയാണെന്നുള്ള ബ്രഹ്മാനന്ദ റെഡ്ഡി എന്നല്ലേ പേര്, അറിയത്തില്ലായിരുന്നു. പിന്നീട് അവിടെ ശുദ്ധീകരണം ക്ഷേത്ര പൊതുവെ അങ്ങനെയാണെന്ന് പറഞ്ഞാൽ നമുക്ക് അതിന്റെ ശരി തെറ്റുകളിലേക്കല്ല ഞാൻ പോകുന്നത്. ഈ ശുദ്ധീകരണം നടത്തിയായിരുന്നു, പക്ഷേ പിന്നീട് ശുദ്ധീകരണം നടത്തുകയൊക്കെ ചെയ്യേണ്ടത്. അപ്പൊ ഇത് വളരെ ശ്രദ്ധിക്കപ്പെടുന്ന ഒരു കാര്യമാണ്. ഇത് മൂപ്പർ തന്നെ ഒരു തമാശയായിട്ടാണ് പറഞ്ഞത്. ബ്രഹ്മാനന്ദ റെഡ്ഡി എന്ന പേരുള്ള കേന്ദ്രമന്ത്രി കരുണാകരൻ ആഭ്യന്തരമന്ത്രി ആയിരിക്കുന്ന കാലം 70കളിൽ ഗുരുവായൂർ ക്ഷേത്രം സന്ദർശിക്കാൻ വന്നു. മൂപ്പരകത്ത് കയറിട്ട് തിരിച്ചിറങ്ങിപ്പോയി. അപ്പോൾ അയാള് പേര് കൊണ്ട് അയാൾ ഹിന്ദുവാണെന്ന് ഇവർ തെറ്റിദ്ധരിച്ചിട്ടാണ് ഇവരകത്തേക്ക് കടത്തിയത്. അയാൾ അകത്ത് കടന്നിട്ട് തിരിച്ചിറങ്ങി പോയതിനു ശേഷം ഇവർ തിരിച്ചറിഞ്ഞു പോലും കയറിയ ആള് ക്രിസ്ത്യാനിയാണ്. അതുകൊണ്ട് ശുദ്ധികലശം നടത്തി ക്ലിയറാക്കി. അടുത്ത അയാൾ തന്നെ പറയുന്നുണ്ട്, അതിന്റെ ശരി തെറ്റുകൾ എനിക്കറിയില്ല, ഇതാണ് അങ്കിളെ പ്രശ്നം. കേന്ദ്രമന്ത്രിയായ ബ്രഹ്മാനന്ദ റെഡ്ഡി അമ്പലത്തിനകത്തേക്ക് കയറിയപ്പോൾ അതെങ്ങനെ അശുദ്ധമായി? ആ ശുദ്ധി സംഭവിച്ചു എന്നുള്ള കാര്യം ദൈവം പറഞ്ഞതാണോ അതോ അയാൾ ക്രിസ്ത്യാനിയാണെന്ന് ഇവർക്ക് തിരിച്ചറിവുണ്ടായ ശേഷം കമ്മിറ്റിക്ക് ബോധ്യപ്പെട്ടതാണോ? ഇതൊക്കെ ഇപ്പോഴത്തെ പിള്ളേർ ചിന്തിക്കും. അങ്ങനത്തെ ഒരു പ്രശ്നമുണ്ട്. അതുകൊണ്ട് ആ പ്രിയ സുഹൃത്തും അവിടെ അതിന്റെ ശരിതെറ്റുകളെ കുറിച്ച് ഞങ്ങൾ ചർച്ച ചെയ്യുന്നില്ല എന്ന് പറഞ്ഞത്. കാരണം ചർച്ച ചെയ്താൽ അതിന്റെ ഉള്ളുകള്ളി പൊളിയും. സവാള പൊളിക്കും പോലെയാണ്. പൊളിക്കും തോറും കരഞ്ഞുകൊണ്ടിരിക്കും. കരയുന്നതാണ് മിച്ചം എന്ന് പറഞ്ഞാൽ സവാളയ്ക്കകത്തൊന്നും കാണില്ല, പൊളിക്കാന്നേ ഉള്ളൂ. ഈ സത്യം ഈ ഇരുന്ന് സംസാരിക്കുന്ന വിദ്വാൻമാർക്കും ഉണ്ട്. അപ്പൊ അതുകൊണ്ട് ഇതിലേക്ക് കള്ളത്തരങ്ങൾ എനിക്ക് പറയാനുള്ളത്, ഇത്രയും വിദ്യാഭ്യാസമുള്ളവരല്ലേ ചർച്ചയ്ക്ക് ഇരിക്കുന്നേ. നിങ്ങൾ തന്നെ ഈ അന്ധവിശ്വാസങ്ങളെ പ്രൊമോട്ട് ചെയ്യുന്ന എന്തിനാ? അന്ധവിശ്വാസങ്ങൾ തൂത്ത് കഴുകി വൃത്തിയാക്കപ്പെടുന്നതിനെ നിങ്ങൾ അതിനെ ബേജാറായിട്ട് കാണുന്നത്? നിങ്ങൾ തന്നെയല്ലേ ഈ പുരോഗമനത്തിന്റെ കടക്കൽ കത്തിവെക്കുന്നത്? നിങ്ങൾ പറയുന്ന സാധനങ്ങൾക്കകത്ത് എന്തെങ്കിലും യാഥാർത്ഥ്യമുണ്ടെങ്കിൽ നിങ്ങൾ അത് പൊതു ചർച്ചയ്ക്ക് വയ്ക്കൂ. സമൂഹം അത് ചർച്ച ചെയ്ത് ശരിയും തെറ്റും തിരഞ്ഞെടുത്ത് ശരിയിൽ നിലനിൽക്കട്ടെ. തെറ്റിൽ നിങ്ങൾക്ക് എത്ര കാലം അവരെ തളച്ചിടാൻ കഴിയും? ഇതിനൊന്നും കഴിയില്ല. ഇതിന്റെയൊക്കെ കാലം കഴിഞ്ഞുപോയി. യേശുക്രിസ്തുവിന്റെ സുവിശേഷം മറ്റൊന്നാണ്. ഉലകത്തിന്റെ രക്ഷകൻ ഒരാളേ ഉള്ളൂ. അത് ഉലകത്തിലെ സകല മാനവകുലത്തിന്റെയും പാപത്തിന്റെ പരിഹാരത്തിനായി സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് ഇറങ്ങി വരികയും മനുഷ്യന്റെ പാപം ഏറ്റെടുത്തുകൊണ്ട് മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേൽക്കുകയും ഇന്ന് നമുക്ക് വേണ്ടി ദൈവത്തോട് പക്ഷപാതം ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന കർത്താവായ യേശുക്രിസ്തു. ആ യേശുക്രിസ്തുവിലൂടെ മാത്രമേ നിത്യജീവൻ ഉള്ളൂ എന്ന് ഞങ്ങൾ പറയുന്നത് മാത്രമല്ല, തെളിയിക്കുകയാണ്. ചരിത്രം കൊണ്ട് തെളിയിക്കുകയാണ്, ജീവിതം കൊണ്ട് തെളിയിക്കുകയാണ്. അതത് മനുഷ്യർക്ക് കൃത്യമായി ബോധ്യപ്പെടുകയാണത്. അങ്ങനെ മാനസാന്തരപ്പെട്ട് നിത്യതയുടെ പ്രത്യാശയും സന്തോഷവും അനുഭവിക്കുന്ന ജനത്തെയാണ് നിങ്ങൾ ഈ ക്രൈസ്തവരായി കാണുന്നത്. ഞാൻ കത്തോലിക്കരല്ല ഉദ്ദേശിക്കുന്നത്, ഞാൻ നാമധേയ ക്രിസ്ത്യാനികളല്ല ഉദ്ദേശിക്കുന്നത്. ഒറിജിനലായി ക്രിസ്തുവിലായ ജനതയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. സുഹൃത്തുക്കളെ, ഈ സത്യം നിങ്ങൾ തിരിച്ചറിയണം. ഈ സത്യം തിരിച്ചറിഞ്ഞ ജനത്തെ നിങ്ങൾക്ക് പിന്നെയും
കൂരിരുട്ടിലേക്ക് തള്ളിവിടാൻ കഴിയുമെന്ന് നിങ്ങൾ കരുതുന്നു എങ്കിൽ നിങ്ങൾ വൃക്തികളുടെ ലോകത്തിലാണ് ജീവിക്കുന്നത്. ഇറ്റ് ഈസ് ഇംപോസിബിൾ. നടക്കുന്ന കാര്യമല്ല. പണ്ടൊരിക്കൽ എനിക്ക് ചിരി വന്നൊരു കാര്യം നമ്മുടെ നരേന്ദ്രമോദിയുടെ കാര്യമാണ്. മൂപ്പര് ചെയ്തത്, അമേരിക്കയുടെ ഡൊണാൾഡ് ട്രംപ് കഴിഞ്ഞ പ്രാവശ്യം പ്രസിഡന്റ് ആയിരിക്കുന്ന കാലം മൂപ്പര് ഇന്ത്യ സന്ദർശനത്തിന് വന്നപ്പോൾ മൂപ്പര് യാത്ര ചെയ്യുന്ന റോഡിന്റെ ഇരുകരകളിലും പൊക്കത്തിന് മതിൽ കെട്ടിയ, കാരണം അതിന്റെ അപ്പുറത്ത് കോളനിയാണ്, പൊക്കത്തിന് മതിൽ കെട്ടി അതിൽ പെയിന്റ് അടിച്ച് അതിൽ പടം വരച്ച് അതിന്റെ നടുവിലൂടി മോഡി ട്രംപിനെ വണ്ടി കൊണ്ടുപോയി. അപ്പൊ ട്രംപ് ഇങ്ങനെ രണ്ട് സൈഡ് നോക്കുമ്പോ നമ്മുടെ ഇന്ത്യ, തിളങ്ങുന്ന ഇന്ത്യ, നല്ല ചിത്രപ്പണികളുള്ള മതിലുകൾക്ക് നടുവിലൂടി യാത്ര ചെയ്യാണ്. മതിലിന്റെ അപ്പുറത്ത് എന്താണ്? എനിക്ക് ചിരി വന്നത്, ഈ മോഡിക്ക് അറിയില്ലേ, ഈ മതിലിന്റെ ഇടയിലൂടി മൂപ്പര് യാത്ര ചെയ്യുന്ന 10-15 മിനിറ്റാണ്. ഫ്ലൈറ്റിൽ മേളിൽ കൂടെ വരുമ്പോ താഴേക്ക് കുനിഞ്ഞു നോക്കാൻ പറ്റത്തില്ലേ? ഞാൻ തിരുവനന്തപുരത്താണ് താമസിക്കുന്നേ. നമ്മൾ ഫ്ലൈറ്റിൽ ഇവിടെ ലാൻഡിങ്ങിലേക്ക് വരുമ്പോ നമ്മൾ താഴെ കാണുന്നത് മുഴുവൻ മത്സ്യബന്ധനക്കാരുടെ കുഞ്ഞു കുഞ്ഞു കുടിലുകളുടെ പുറമാണ്. നീല ടാർപ്പകളും കുഞ്ഞു കുഞ്ഞ് മാടങ്ങളുമാണ് കാണുന്നത്. ആ സ്ഥലം വ്യത്യാസപ്പെടുത്തേണ്ടതിന് പകരം താഴെ ഇറങ്ങിയിട്ട് റോഡിലൂടി നടന്നു പോകുന്നതിന്റെ അല്ലെങ്കിൽ കാറിൽ പോകുന്നതിന്റെ 2 സൈഡ് മതിൽ കെട്ടി പടം വരച്ചാൽ ട്രംപിന്റെ കണ്ണടയ്ക്കാൻ പറ്റുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? അതുപോലെ ഇതെത്ര കളിപ്പീരാണിത്. ഇത് മോദിക്ക് മാത്രം ചെയ്യാൻ പറ്റുന്നൊരു തമാശയാണ്. ആ മതിൽ കെട്ടിയ പൈസക്ക് ആ ചുറ്റുപാടുമുള്ളവർക്ക് ഫ്ലാറ്റ് വെച്ചു കൊടുത്ത് അവരെ ഫ്ലാറ്റിൽ പാർപ്പിച്ചിരുന്നെങ്കിലോ? ഫ്ലാറ്റിൽ പാർപ്പിച്ചാൽ ആ ജനത്തിന് എഡ്യൂക്കേഷൻ കൊടുത്താൽ, ആ ജനം വിദ്യാസമ്പന്നരായി മാറിയാൽ, അവരുടെ ജീവിത നിലവാരം മാറിയാൽ, ഇവർ പറയുന്നിടത്ത് അവർ വോട്ടിട്ട് കൊടുക്കത്തില്ല. അവിടെ ചെല്ലുമ്പോൾ വിരലിൽ മഷി പുരട്ടി കൊടുത്തിട്ട് വോട്ടായി എന്ന് പൊക്കോളാൻ പറഞ്ഞാൽ അവർ പോവില്ല. അവർ എഡ്യൂക്കേറ്റഡ് ആയാൽ ഭരണ സംവിധാനത്തിന് ഉലച്ചിൽ സംഭവിക്കും. ഇവരിവിടെ പറയുന്ന പോലെ പരിപാടികൾ നടക്കില്ല. അതുകൊണ്ട് പാവം ഈ ജനതയെ എക്കാലത്തും അപരിഷ്കൃതരായി തന്നെ ഇവർ നിലനിർത്തും. അവർ ഗുണം പിടിക്കുന്നതിൽ ഇവർക്ക് താല്പര്യമില്ല. അടുത്ത എപ്പിസോഡിൽ ഞാൻ ബാക്കി കാര്യങ്ങൾ പറയാം. സുഹൃത്തെ, ഈ വർത്തമാനം പറയുന്ന സുഹൃത്തുക്കളോട് എനിക്ക് ചോദിക്കാനുള്ളത്, ശബരിമലയിൽ മറ്റു സ്ഥലങ്ങളിൽ നിന്ന് ആള് വരുന്നില്ലെന്നുള്ളത് ഇരിക്കട്ടെ, നിങ്ങൾ പോകാൻ തയ്യാറുണ്ടോ? എങ്കിൽ പോകാൻ തയ്യാറാകൂ. എന്നിട്ട് പോയത് കൊണ്ടുള്ള ഗുണവിശേഷങ്ങൾ, 40 ദിവസം ഇറച്ചി മീനും മുട്ട തിന്നാതിരുന്നത് കൊണ്ടും ഷേവ് ചെയ്യാതിരുന്നത് കൊണ്ടും നഗ്നപാതരായി മുകളിൽ കയറി തിരിച്ചിറങ്ങിയപ്പോൾ നിങ്ങൾക്കുണ്ടായ നേട്ടത്തെക്കുറിച്ചും നിങ്ങൾ ജനത്തെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി തരൂ. അതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. അല്ലാതെ വിരലി പിടിച്ചിരുന്ന എന്തെങ്കിലും അല്ല പറയേണ്ടത്. കാര്യങ്ങൾ തിരിച്ചറിയുന്നു എന്ന് പ്രതീക്ഷിക്കുന്നു. കുറച്ചാൾക്കാരെ കുറെ നാളും, കുറെ ആൾക്കാരെ കുറച്ചു നാളും പറ്റിക്കാനാകും. എല്ലാരെയും എല്ലാ നാളും പറ്റിക്കാനാകില്ല. മേ ഗോഡ് ബ്ലെസ് എവരിബഡി.